നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 19 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. ദിവസത്തിന്റെ തുടക്കത്തിൽ മനഃശാന്തിയും തൊഴിൽ വിജയവും ഉണ്ടാകുമെങ്കിലും മധ്യാഹ്നം മുതൽ നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും യാത്രാ ദുരിതങ്ങൾക്കും സാധ്യതയുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തൊഴിൽ വിജയം, ഉന്നത സ്ഥാനപ്രാപ്തി എന്നിവ ഉണ്ടാകുന്ന ദിവസമാണിത്. സർക്കാരിൽ നിന്നും ഗുണാനുഭവങ്ങളും കീർത്തിയും ലഭിക്കും. കുടുംബത്തിൽ നടക്കുന്ന മംഗളകരമായ കർമ്മങ്ങളിൽ മുഖ്യ പങ്കുവഹിക്കാൻ അവസരം ലഭിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ദിവസത്തിന്റെ തുടക്കത്തിൽ തൊഴിൽപരമായ ക്ലേശങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും നേരിടാൻ ഇടയുണ്ട്. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം സാഹചര്യങ്ങൾ മാറുകയും മനസന്തോഷം ധനലാഭവും കൈവരികയും ചെയ്യും. കർക്കടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇന്ന് അതീവ ശ്രദ്ധ ആവശ്യമാണ്. ശരീരക്ഷീണം, രോഗാതി ദുരിതങ്ങൾ, ഉദരരോഗം എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സങ്ങളും അപമാന സാഹചര്യങ്ങളും ഉണ്ടാകാതെ ജാഗ്രത പാലിക്കണം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ ഭക്ഷണ സുഖവും സമൂഹത്തിൽ മാന്യതയും ലഭിക്കും. എന്നാൽ മധ്യാഹ്നം കഴിയുന്നതോടെ അപമാന സാഹചര്യങ്ങൾക്കോ ഉദര സംബന്ധമായ അസുഖങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബസൗഖ്യവും മനസമാധാനവും ലഭിക്കുന്ന അനുകൂലമായ ദിവസമാണിത്. തൊഴിൽ വിജയം, സാമ്പത്തിക ഉന്നതി, ആരോഗ്യവർദ്ധനവ് എന്നിവ ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം നിറയുന്ന അനുഭവങ്ങൾ വന്നു ചേരും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. പകലിന്റെ ആദ്യ പകുതിയിൽ ശരീരസുഖം കുറയുന്നത് പോലെ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും മധ്യാഹ്നം മുതൽ രോഗശാന്തിയും മനസന്തോഷവും കൈവരും. അസ്വസ്ഥതകൾ മാറി സമാധാനം ലഭിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഉറക്കക്കുറവും ദുസ്വപ്നങ്ങളും അലട്ടാൻ ഇടയുള്ളതിനാൽ മാനസികമായ ജാഗ്രത പാലിക്കുക. ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കോ ആരോഗ്യപരമായ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ നൽകണം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ദിവസത്തിന്റെ തുടക്കത്തിൽ ശത്രുനാശവും ഭക്ഷണസുഖവും പ്രതീക്ഷിക്കാം. എങ്കിലും മധ്യാഹ്നത്തിന് ശേഷം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ മിതത്വം പാലിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ദിവസത്തിന്റെ തുടക്കത്തിൽ ചില രോഗാതി ദുരിതങ്ങളും അമിത ചെലവുകളും അലട്ടിയേക്കാം. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം സാമ്പത്തിക ക്ലേശങ്ങൾ മാറുകയും സ്ഥിതിഗതികൾ അനുകൂലമാകുകയും ചെയ്യും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൊരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ തൊഴിൽ വിജയവും ധനനേട്ടവും ഉണ്ടാകും. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും രോഗാതി ദുരിതങ്ങളും അലട്ടാൻ സാധ്യതയുണ്ട്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ട ദിവസമാണിത്. മനോദുഃഖം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും മധ്യാഹ്നത്തിന് ശേഷം ശത്രുഹാനിയും മനസന്തോഷവും ഉണ്ടാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV. 9746812212.